നമസ്കാരം, അസ്സാം വലൈക്കും. യുവർ ഡയറ്റീഷ്യൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. നിങ്ങൾ സ്ട്രെസ് ഈറ്റിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് ടെൻഷൻ വരുമ്പോൾ ഓവറായിട്ട് ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. ശരിക്കും അതൊരു ഇമോഷണൽ ഡിസോർഡർ തന്നെയാണ്, പക്ഷേ നമുക്ക് ഒരുപാട് ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസോർഡറും കൂടാണ്. അതുകൊണ്ട് തന്നെ അത് കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ. ടെൻഷൻ വരുമ്പോൾ വാരി വലിച്ച് ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. അത് മെയിനായിട്ട് ഇവർ പുറത്തുനിന്ന് ഹൈ കാലറി ഭക്ഷണമായിരിക്കും ആ സമയത്ത് കഴിക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. നമുക്ക് ഇഷ്ടമുള്ള സാധനമായിരിക്കും. ഇപ്പോൾ ബർഗർ, പിസ്സ, അല്ലെങ്കിൽ ബ്രോസ്റ്റഡ്, KFC ഇങ്ങനെയുള്ള ഹൈ കാലറി ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളായിരിക്കും ഇവർ കൂടുതലായിട്ട് കഴിക്കുന്നത്. അതും ഒരു നോർമൽ രീതിയിലല്ല. സാധാരണ നമ്മൾ ഇടയ്ക്ക് നമുക്ക് കൊതി വരുമല്ലോ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു പോർഷൻ കൺട്രോൾ ചെയ്തിട്ടൊക്കെ കഴിക്കുള്ളൂ. പക്ഷേ ഇവരങ്ങനല്ല. ടെൻഷൻ വന്നു കഴിഞ്ഞാൽ വയറ് പൊട്ടുന്ന രീതിയിൽ ഭക്ഷണം കുത്തി നിറച്ച് കഴിക്കും. അതിൽ നിന്ന് അവർക്കൊരു നല്ലൊരു റിലാക്സേഷൻ ഫീൽ കിട്ടും. പക്ഷേ ഇത് വളരെ അപകടകരമായൊരു കാര്യമാണ്. ഒരുപാട് ഹൈ കാലറി ഡെൻസ് ആയിട്ടുള്ള ആഹാര സാധനമായിരിക്കും ആ സമയം കഴിക്കുന്നത്. നമ്മുടെ ടെൻഷൻ മാറത്തില്ല. കുറച്ച് കഴിയുമ്പോൾ ടെൻഷൻ വീണ്ടും വരികയും ചെയ്യും. വീണ്ടും ഭക്ഷണം കഴിക്കും. ഇതോടെ വെയിറ്റ് വല്ലാണ്ട് കൂടുകയും ചെയ്യും. പിന്നീട് ഇവർ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും ഇവർക്ക് കൺട്രോൾ ആക്കാൻ പറ്റില്ല. ഒരുവിധം വെയിറ്റ് കൺട്രോളായി കഴിയുമ്പോഴായിരിക്കും എന്തെങ്കിലും ടെൻഷൻ വരുന്നത്. ആ സമയത്ത് വീണ്ടും ഭക്ഷണം നന്നായിട്ട് കഴിക്കും. ഇങ്ങനെയുള്ളൊരു ബിഹേവിയർ ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, അതായത് ടെൻഷൻ വരുമ്പോൾ ഓവറായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയാണ് നിങ്ങൾക്കെങ്കിൽ, അത് നിങ്ങൾ ദയവ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തേ പറ്റുള്ളൂ. നിങ്ങളുടെ ഹെൽത്തിന് ഒട്ടും നല്ലതല്ല. വെയിറ്റ് കൂടാനും അത് കാരണമാകും. എപ്പോഴും നിങ്ങളുടെ ഫിഗറൊക്കെ വല്ലാണ്ട് മോശമായി തുടങ്ങും. പെട്ടെന്ന് ഏജിങ് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആണ് പറയുന്നത്, സ്ട്രെസ്സ് വരുമ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം നിങ്ങൾ ആരോടെങ്കിലും ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നല്ല ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരോട് കുറേ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ആശ്വാസം കിട്ടും. അപ്പോൾ കുറച്ചൊന്ന് ഒരു ടൈം പീരീഡാണിത്. ആ സമയത്ത് ഒന്ന് ടെൻഷൻ കുറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ഈറ്റിംഗ് ബിഹേവിയർ ഇല്ലാതാവും. അങ്ങനെ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ നിങ്ങൾക്ക് തോന്നത്തുമില്ല. അതുകൊണ്ട് നിങ്ങൾ കഠിനമായ സ്ട്രെസ്സിലാണെങ്കിൽ ആരോടെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ വാക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് പുറത്ത് ഇറങ്ങി നടക്കുക. ഇപ്പോൾ നിങ്ങൾ വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ്, നിങ്ങൾ വല്ലാണ്ട് സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു കണ്ടീഷനാണെങ്കിൽ, ഇപ്പോൾ സൊമാറ്റോയിലോ സ്വിഗ്ഗിയിലോ ഒക്കെ സാധാരണ ഇങ്ങനെ സ്ട്രെസ് ഈറ്റിംഗ് ബിഹേവിയർ ഉള്ളവരാണെങ്കിൽ അവർ ഓർഡർ ചെയ്തിട്ട് ഭക്ഷണം കഴിക്കാറുണ്ട്. അപ്പോൾ ആ സമയം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് സ്ട്രെസ് വരുവാണെങ്കിൽ പുറത്തോട്ടൊന്ന് ഇറങ്ങുക, ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഗാർഡനിങ്ങോ, ഗാർഡൻ്റെ വീട്ടിൽ ചെടിയും പൂന്തോട്ടമൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മൈൻഡ് കുറച്ചൊന്ന് റിലാക്സ്ഡ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ബിഹേവിയർ കുറച്ച് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ സ്ട്രെസ് വരുമ്പോൾ വേറൊരു റെമഡി നിങ്ങൾ ചെയ്യേണ്ടത്, വെള്ളം നന്നായിട്ട് കുടിക്കുക. വെള്ളം ധാരാളം കുടിച്ചു കഴിഞ്ഞാൽ തന്നെയും നിങ്ങൾക്ക് ആ വിശക്കുന്ന ആ ഫീലിംഗ് ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ സ്ട്രെസ്സ് കുറയും. പിന്നെ അതുകൂടാതെ ഇതുപോലെയുള്ള ഈറ്റിംഗ് ബിഹേവിയർ കുറയ്ക്കാനും സാധിക്കും. ഈ സമയത്ത് ജസ്റ്റ് ഒരു ഫ്രൂട്ട്സോ അങ്ങനെയുള്ള എന്തെങ്കിലും ഹെൽത്തിയർ ആയിട്ടുള്ള സ്നാക്ക് കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. പെട്ടെന്ന് വിശപ്പൊന്ന് കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഇതുപോലെ ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡൊന്നും കഴിക്കാനായിട്ട് തോന്നത്തില്ല. പിന്നെ ഒരു റെമഡി എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. ആ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള എക്സസൈസ് ചെയ്യുക. പാട്ടുകൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ പാട്ട് കേൾക്കുക. അങ്ങനെ ഒരു റിലാക്സ്ഡ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ എപ്പോൾ സ്ട്രെസ് വന്നു കഴിഞ്ഞാലും ഒരുപാട് ഫുഡ്, ഹൈ കാലറി ഡെൻസ് ഫുഡ് ഓവർ ആയിട്ട് കഴിക്കുകയാണെങ്കിൽ എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ, വളരെയധികം അത് ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ആരോഗ്യത്തിന് അത് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ ടിപ്സൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതൊക്കെ പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഞാൻ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ tinasudeer@gmail.com എന്ന മെയിൽ ID മെയിൽ അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.